welcome back to my YouTube channel. If you are new here, I am Jasna. Today's video എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, ഒരു ഫ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ ജോബ് നോക്കുന്ന ആളായിക്കോട്ടെ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ 99% നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആയിരിക്കും. ഒരു പക്ഷേ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഈ ക്വസ്റ്റ്യന്റെ ആൻസറിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്താണെന്ന് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് ചാൻസ് ആണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ശരിക്കും ഈ ക്വസ്റ്റ്യൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്കോർ വീഴുകയാണ്. സോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു ബെസ്റ്റ് വേയിൽ ആൻസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ എങ്ങനെയാണ് ഇന്റർവ്യൂവിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിനുള്ള കുറെ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല ഒത്തിരി സാമ്പിൾ ആൻസേഴ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ടെൽ മീ അബൌട്ട് യുവർ സെൽഫും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. So as I said earlier, ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രാറ്റജിക് ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക്. ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് ചെക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പർപ്പസ്. സെക്കൻഡ് തിങ് ഈസ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് സമ്മറൈസ് ചെയ്ത് പറയാൻ കഴിയുന്നുണ്ടോ, ആ എക്സ്പീരിയൻസ് എത്രമാത്രം ഈ ജോബ് റോളിന് ഫിറ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് തേർഡ് വൺ ഈസ് യുവർ സ്കിൽസ് ആൻഡ് അച്ചീവ്മെന്റ്. നിങ്ങളുടെ സ്കിൽസും അച്ചീവ്മെന്റും ഈ ജോബ് റോളിന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് നിങ്ങൾ എത്രമാത്രം ഈ ജോബിന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ മെയിൻ ഫോക്കസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒരു കറക്റ്റ് ഫോമിൽ ആൻസർ ചെയ്യേണ്ടത് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. 3 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ്, യുവർ ബാക്ക്ഗ്രൗണ്ട്. സെക്കൻഡ് വൺ ഈസ് യുവർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. തേർഡ് വൺ ഈസ് മോട്ടിവേഷൻ. എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ ഈ ജോബിന് അപ്ലൈ ചെയ്തത് എന്നാണ് മോട്ടിവേഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു സം എക്സാമ്പിൾസ്. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം, അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ. ദ ഫസ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റീസെന്റ് ജോബ് റോളിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഡിഗ്രിയെ കുറിച്ചൊന്ന് പറയാം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ജോബ് റോളിനെ കുറിച്ച് പറയാം. ഒത്തിരി ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സമ്മറൈസ് എന്താണ് നിങ്ങളുടെ ജോബ് റോൾ, അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് എന്ന് മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ഹിയർ ഐ എം ഗിവിംഗ് സം എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. സോ ദിസ് ഈസ് എ കോമൺ എക്സാമ്പിൾ. അതായത് നിങ്ങൾ ഏതൊരു പ്രൊഫഷണൽ ആയിരുന്നാൽ പോലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്. വെൽ, I have recently graduated with a degree in. You can explain or you can tell which degree from university. University, you can add your university name. During my time at university, I was involved in, mention any relevant projects, societies or internship here, okay, which helped me develop my skills in relevant area. ഏതാണോ നിങ്ങളുടെ ഏരിയ അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. For those with the work experience, here you can use this example. I have been working in this industry. You can tell the industry name for the past, and you can tell the years, how many years you are working there. And I have had the opportunity to work with, mention any significant companies or projects, okay, where I develop my skills in. Here, explain any key skills relevant to this role. So the second one is professional experience. This is where you want to explain your skills and achievement. നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് നിങ്ങൾ നേടിയിട്ടുണ്ട്, മുന്നത്തെ കമ്പനിയിൽ അതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, നിങ്ങളുടെ എന്തൊക്കെ സ്കിൽസ് ആണ് യൂട്ടിലൈസ് ചെയ്തത്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സെമിനാർസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. സോ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒത്തിരി സ്റ്റോറി പറയാതെ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പോയിന്റ്സ് മാത്രം പറയാം. ഓക്കെ, സോ ഹിയർ ഐ എം ഗിവിംഗ് സം എക്സാമ്പിൾ. So it starts like, in my last role at, here you have to write your company name. I was responsible for, mention your primary duties here. One of my key achievement was, so you can tell your key achievement or specific achievement here, where I. So here explain the action you took and what was the result, okay. For example, here I'm adding one example. I led a team that successfully increased website traffic by 25% within 6 months by revamping our content strategy. So if you are a newer to the workforce, you could say like,
Although I don't have a lot of work experience yet during my internship, so here just write your company name where you did the internship. Okay, I had the opportunity to mention key task or project here where I developed skills. Just mention some relevant skills. Third one is motivation. Motivation എന്ന് പറയുമ്പോൾ why you are interested in this company or why this specific job. ശരിക്കും നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ചിട്ട് പഠിച്ചിട്ടാണ് ഈ ജോബ് ഇന്റർവ്യൂവിന് വന്നത് എന്ന് കാണിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയെ കുറിച്ചും കമ്പനിയുടെ ജോബ് റോളിനെ കുറിച്ചും കമ്പനി എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നതിനെ കുറിച്ചും അതിന്റെ ന്യൂ പ്രോജക്ട്സിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂവിന് പോകാൻ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൂടെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഒരു പാർട്ടിൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ശരിക്കും നിങ്ങൾ അതിന്റെ ആൻസർ ആഡ് ചെയ്തിരിക്കണം. അതൊരു ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കും ഇന്റർവ്യൂവറിൽ ഉണ്ടാക്കുന്നത്. കാരണം നിങ്ങൾ നന്നായിട്ട് കമ്പനിയെ കുറിച്ചും ഈ ജോബിൽ ആത്മാർത്ഥമായിട്ട് വന്നതാണ് എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയും. So here is the example. I'm excited about this opportunity because just mention the company name is known for. Here you have to mention something specific about the company, such as its value, culture, or recent project. I'm particularly drawn to this role because it offers a chance to. Here you have to mention what excites you about the job, like skill development, career growth, or specific challenges you are looking forward to. So here I'm adding one example with someone passionate about digital marketing. I admire how your company uses data-driven strategies to optimize campaign. I'm eager to bring my experience in. Here just mention some relevant skills to your team and help you to achieve. So here mention some specific goals or result. So finally, I'm concluding with my example. I am a dedicated electrical engineer with over 5 years of experience, primarily at ABC Company, where I specialized in designing and maintaining electrical systems for industrial automation projects. During my time there, I led several initiatives to optimize power distribution system, which resulted in improved energy efficiency and reduced downtime for our clients. I have a strong command of tools like AutoCAD, MATLAB, and PLC programming, and am well versed in both high and low voltage systems. I'm also experienced in collaborating across departments from design to implementation and ensuring projects meet technical standards and deadlines. I'm now looking to take the next step in my career with a company where I can contribute my skills to more complex engineering challenges and I continue advancing professionally. സോ ഐ ഹോപ്പ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. മാത്രമല്ല വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ സമ്മറൈസ് ചെയ്ത് വളരെ ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്ത് വേണം നമ്മളൊരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.